എല്ലാവർക്കും ശിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു പരിപ്പ് വടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ചായയുടെ കൂടെ ഇതേപോലെ ഒരു പരിപ്പ് വട കിട്ടിയാൽ നമ്മൾ ഹാപ്പി ആയില്ലേ. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി അതും നല്ല പുറമെ നല്ല ക്രിസ്പി ആയതും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പരിപ്പ് വട റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കടലപ്പരിപ്പാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാനൊരു 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മണിക്കൂർ ആണ് കേട്ടോ ഇത് വെക്കണുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുതിർന്ന് ഇതേ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ ഇത്രയും പരിപ്പുണ്ടല്ലോ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ക്രഷ് ചെയ്തിട്ടുള്ള പരിപ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ളതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള ഉണ്ടല്ലോ അതാണ് കേട്ടോ, ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുള്ള അത് ഇതേപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വറ്റൽമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ വളരെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ സവോളയിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവും, അത് ഇതിലേക്കൊന്ന് ഇറങ്ങി വരും. അപ്പോൾ ഇതൊന്ന് അവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇത് നോക്കിയാൽ നമുക്ക് ഇതേപോലെ ഓരോ ഉണ്ടകളാക്കിയിട്ട് ഇതിനെ നമുക്ക് ഇനി പരിപ്പ് വടക്കി നമ്മൾ പരത്തില് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലാ നടുക്കിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാതും ഇതേപോലെ നന്നായിട്ട് തന്നെ ഷേപ്പാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇവിടെ ഈ ഒരു ചീഞ്ചട്ടിയുടെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പം അത്രയും മതി. നമ്മളൊരു 4 എണ്ണമൊക്കെ നമുക്ക് അല്ലെങ്കിൽ 3 എണ്ണമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിന്. പിന്നെ നമുക്ക് ഈ ഓരോന്നായിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇട്ട് കൊടുത്ത വഴിക്ക് തന്നെ നമ്മൾ ഒരിക്കലും ഇതിനെ ഇളക്കി മറിച്ചിടാൻ നോക്കരുത്. കാരണം ഇതെന്താ വെച്ചാൽ പൊടിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ഒരു ഭാഗം ഒന്ന് ഏകദേശം ഒന്ന് ആയിന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, അതായത് ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു പരുവായി കിട്ടും. അപ്പം മാത്രം നമ്മളൊന്ന് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ 2 സൈഡും നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഡാർക്ക് ഒരു ബ്രൗൺ കളറായി വരും. അപ്പോൾ നോക്കിയാൽ ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. മിക്കവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളതും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതുമായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തൊരു സെറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. മിക്കവരും ട്രൈ ചെയ്തവരൊക്കെ തന്നെയായിരിക്കും. എങ്കിലും ട്രൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.